Hi students, welcome to the session. KTU BTECിലെ S4 ഫോർത്ത് സെമിസ്റ്ററിൽ എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ 7th സെഷൻ ആണ്. ഇതിന് മുമ്പുള്ള എല്ലാ ടോപ്പിക്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഏതാണ്? സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ ആയിട്ട് രണ്ട് ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ആർട്ടിക്കിൾ 74ഉം ആർട്ടിക്കിൾ 75ഉം. ഈ ആർട്ടിക്കിൾ 74ലും 75ലും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആർട്ടിക്കിൾ 74 പറയുന്നതെന്ന് വെച്ചാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട അഡ്വൈസസ് നൽകുന്നത് പ്രസിഡന്റുമാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 74ൽ മെൻഷൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 75ല് നമുക്ക് കുറച്ച് അവരുടെ അപ്പോയിന്റ്മെന്റിനെയും അവരുടെ പെർസെന്റേജ്, അവരുടെ എങ്ങനെയാണ് അവരുടെ എടുക്കേണ്ട രീതികൾ എന്നുള്ളതൊക്കെയാണ് നമുക്ക് ആർട്ടിക്കിൾ 75ല് മെൻഷൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 75ല് പറയുന്നത് ദേ ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസിൽ പ്രസിഡന്റ് ആണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ along with the Prime Minister of India form 15% of the total strength of ലോവർ ഹൗസ്. ലോവർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്സഭ. അതിലൊരു 15% ടോട്ടൽ സ്ട്രെങ്ത് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ 91st അമെന്റ്മെന്റ് ആക്ട് വഴി നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻ, നമ്മുടെ മിനിസ്റ്റേഴ്സിനെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ എങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതും നമ്മുടെ 91st അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എ മിനിസ്റ്റർ സീസ് ടു എക്സിറ്റ് as one of he is not a member of either house of parliament for 6 consecutive months. 6 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഏതൊരു ഹൗസ് ഓഫ് ദ പാർലമെന്റിൽ മെമ്പർ അല്ലാത്തവരെ നമ്മൾ പുറത്താക്കും. അതുപോലെ തന്നെ ഈ പാർലമെന്റ് ആണ് ഇവരുടെ സാലറിയും അലൗൻസും ഒക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പോ പഠിക്കുന്നത് മെയിൻ ആയിട്ട് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഇത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ തേർഡ് മൊഡ്യൂൾ ആണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് 7th ക്ലാസ് ആണ്. അപ്പം നമ്മുടെ മോഡ്യൂൾസ് പല പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പുള്ള മോഡ്യൂൾസ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പം നമുക്കറിയാം ഇതൊരു തിയറി സബ്ജക്റ്റ് ആണ്. നമ്മൾ പോയിന്റ് ആയിട്ടാണ് പഠിക്കുന്നത്. ഏതൊക്കെ ആർട്ടിക്കിളാണ് നമുക്ക് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ളത്? ആർട്ടിക്കിൾ 74ഉം ആർട്ടിക്കിൾ 75ഉം. ആർട്ടിക്കിൾ 74ൽ മെൻഷൻ ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. അതിനുവേണ്ട അഡ്വൈസസ് കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 75ൽ മെൻഷൻ ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് വിത്ത് അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. അതുപോലെ തന്നെ അവര് എങ്ങനെയാണ് പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ഒരു 15% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ലോവർ ഹൗസ് ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ ഇവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഏത് അമെന്റ്മെന്റ് വഴിയാണ് ക്രിയേറ്റ് ചെയ്തത്? അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? 91st അമെന്റ്മെന്റ് വഴിയാണ് അതിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. എങ്ങനെയായിരുന്നു? എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റിൽ 6 കൺസിക്യൂട്ടീവ് മന്ത്സ് മെമ്പർ അല്ലാത്തവരെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട്. പിന്നെ പാർലമെന്റ് ആണ് അവരുടെ സാലറിയും അലൗൻസും ഒക്കെ തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് മിനിസ്റ്റേഴ്സിന് ടൈപ്സ് ഏതൊക്കെയാണ്? നമുക്ക് കുറേയൊക്കെ അറിയാം അല്ലെ, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഹി ഈസ് പ്രസന്റ് ആൻഡ് ഹി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ എവറി മീറ്റിംഗ് ഓഫ് ദ ക്യാബിനറ്റ്. എല്ലാ ക്യാബിനറ്റ് മീറ്റിംഗിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റുകളിലുള്ള മിനിസ്റ്റേഴ്സ് അവർക്ക് എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചാർജസ് ഉണ്ടാവും അല്ലെ? അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. ഹി ഈസ് എ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഹു ഡസ് നോട്ട് വർക്ക് അണ്ടർ എ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഈ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ പദവിയിലല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും അവരുടെ കൺസേൺ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കുന്നത് ആ മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ആ മിനിസ്റ്ററിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. ഹി ഈസ് എ മിനിസ്റ്റർ ഹു ഡസ് നോട്ട് ഹാവ് ഇൻഡിപെൻഡന്റ് ചാർജ് ഓഫ് എനി ഡിപ്പാർട്ട്മെന്റ്. ഈ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ചാർജ് ഉണ്ടാവത്തില്ല. പകരം നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ അണ്ടറിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ വർക്ക് ടു സച്ച് മിനിസ്റ്റർ ഇസ് അലോട്ടഡ് ബൈ ഹിസ് ക്യാബിനറ്റ് മിനിസ്റ്റർ. അങ്ങനെയുള്ളവരെ എലക്ട് ചെയ്യുന്നതും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, നാലാമത്തെ ഏതാണ്? ഡെപ്യൂട്ടി മിനിസ്റ്റർ. He is a minister who works under a cabinet minister
or a minister of state with independent charge. ഇതിൽ ആരുടെയെങ്കിലും കീഴിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അതുപോലെ ഇൻഡിപെൻഡന്റ് ചാർജസും ഉണ്ടായിരിക്കും. ഇത്രയാണ് നമ്മുടെ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പറ്റി നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അവരുടെ മെയിൻ ആയിട്ടുള്ള 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ടൈപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൽ ഏതൊക്കെയുള്ളത്? ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് ഉണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 76ലാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റി പറയുന്നത്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 76 വിച്ച് ഡീൽസ് അണ്ടർ പാർട്ട് 5. പാർട്ട് 5ലുള്ള ആർട്ടിക്കിൾ 76ലാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റി പറയുന്നത്. ഇതിൽ നമുക്ക് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യനെ ഒരു ചീഫ് ലീഗൽ അഡ്വൈസർ ആയിട്ട് വെക്കാം എന്ന് പറയാൻ പറ്റും. നമ്മുടെ മൊത്തത്തിലുള്ള ഇന്ത്യയിലെ കാര്യങ്ങളിലെല്ലാം ഒരു ചീഫ് ലീഗൽ അഡ്വൈസർ. ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലീഗലി എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിന് വേണ്ടി നമുക്ക് നമുക്കൊരു അഡ്വൈസ് സീക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അവിടെ എന്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള അഡ്വൈസസ് നമുക്ക് സീക്ക് ചെയ്യാൻ വേണ്ടി ഈ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു ചീഫ് ലീഗൽ അഡ്വൈസർ ആയിട്ടാണ് നമുക്ക് അറ്റോർണി ജനറലിനെ പറയാൻ പറ്റും. He is also a primary lawyer representing union government. യൂണിയൻ ഗവൺമെന്റ് എന്ത് കേസ് സുപ്രീം കോടതിയിലൊക്കെ വരുവാണെങ്കിൽ ആരാണ് പറയുന്നത്? അറ്റോർണി ജനറൽ ആണ് പോകുന്നത്. ഓക്കെ, അപ്പം അതിനുവേണ്ടിയുള്ള അറ്റോർണി ജനറൽ ആവാൻ വേണ്ടിയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതായിരുന്നു? സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതിന്റെ ആർട്ടിക്കിൾ, അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചു. പിന്നെ ടൈപ്സ് ഓഫ് മിനിസ്റ്റേഴ്സ് പഠിച്ചു അല്ലെ? ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റർ. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 76 ആണ് അല്ലെ? അപ്പം ഇത്രയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റോർണി ജനറൽ ആവാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷന്റെ കാര്യമാണ് നമുക്ക് പഠിക്കുന്നത്. ഏത് ക്വാളിഫിക്കേഷന്റെ കാര്യമാണ്? ഫസ്റ്റ് വൺ നമുക്ക് ക്ലിയർ ആണ് അല്ലെ? ഹി ഷുഡ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. അതിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇന്ത്യൻ സിറ്റിസൺ ആയാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആവണം. പിന്നെ എന്താണ്? He must have either completed 5 years in High Court of any Indian state as a judge or 10 years in High Court as an advocate. Either ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണം. ഹൈക്കോർട്ടിലെ ഏതെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റിലെ ഹൈക്കോർട്ടിലെ ജഡ്ജായിട്ട് 5 വർഷം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷം ഹൈക്കോടതിയിൽ വർക്ക് ചെയ്ത ഒരാൾ മാത്രമേ നമുക്ക് അറ്റോർണി ജനറൽ ആക്കാൻ പറ്റുള്ളൂ. Okay, he may be an eminent jurist too in the eye of the president. പ്രസിഡന്റും ആണ് മെയിൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. Okay, being the chief law officer of the country, attorney general has to perform the following duties. എന്തൊക്കെയാണ് അറ്റോർണി ജനറലിന്റെ ഡ്യൂട്ടീസ് എന്നുള്ളതാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിൽ എന്ത് ലീഗൽ പ്രശ്നങ്ങളും വരുവാണെങ്കിലും അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? അറ്റോർണി ജനറൽ ആയിരിക്കും. ഓക്കെ, സോ വിച്ച് എവർ ലീഗൽ മാറ്റേഴ്സ് ആർ റെഫേർഡ് ടു ഹിം ബൈ ദ പ്രസിഡന്റ്, he advises the union government upon the same. എന്ത് ലീഗൽ പ്രശ്നങ്ങളും വരുവാണെങ്കിൽ നമ്മുടെ അറ്റോർണി ജനറൽ ആണ് അതിനെ അഡ്വൈസ് ചെയ്യുന്നത്. പ്രസിഡന്റ് കീപ്സ് ഓൺ റെഫറിംഗ് ഹിം ലീഗൽ മാറ്റേഴ്സ്. പ്രസിഡന്റും എന്ത് ചെയ്യും? എന്തെങ്കിലും ഓരോ പ്രശ്നങ്ങൾ യൂണിയൻ ഗവൺമെന്റും ഒക്കെ ആയിട്ടുള്ള വരുന്ന സമയത്ത് ലീഗൽ മാറ്റേഴ്സിൽ എല്ലാ കാര്യത്തിലും മെയിൻ ആയിട്ട് അഡ്വൈസ് ചെയ്യിക്കുന്ന എവിടുന്ന്? അറ്റോർണി ജനറലാണ്. അല്ലാതെ പ്രസിഡന്റ് റെഫർ ചെയ്യുന്ന അല്ലാതെ തന്നെ കുറെ ഡ്യൂട്ടീസ് ഉണ്ട്. അത് മെയിൻ ആയിട്ട് ഇൻ എനി ലീഗൽ കേസസ് വേർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് റിലേറ്റഡ്. നേരത്തെ പറഞ്ഞു അല്ലെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിലേറ്റ് ചെയ്യുന്ന എന്ത് കേസ് ഉണ്ടെങ്കിലും അറ്റോർണി ജനറൽ ആണ് നമ്മുടെ സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. അതുപോലെ തന്നെ ഹി ഹാസ് ടു റെപ്രസെന്റ് ദ യൂണിയൻ ഗവൺമെന്റ് ഇൻ എനി റെഫറൻസ് മെയ്ഡ് ബൈ ദ പ്രസിഡന്റ്. പ്രസിഡന്റ് മെയ്ഡ് ചെയ്ത എന്ത് കാര്യങ്ങളാണെങ്കിലും ആർട്ടിക്കിൾ 143 വഴിയാണ് ഇത് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 143 വഴി പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള ഏത് റെഫറൻസിലുള്ള എന്ത് കേസാണെങ്കിലും യൂണിയൻ ഗവൺമെന്റിന്റെ കേസ് ആണെങ്കിലും സുപ്രീം കോടതിയിൽ വരുന്നത് ആരായിരിക്കും? നമ്മുടെ അറ്റോർണി ജനറൽ ആയിരിക്കും. ഹി ഓൾസോ അപ്പിയർസ് ഇൻ ഹൈക്കോർട്ട് ഇഫ് ഇറ്റ് ഈസ് എനി കേസ് റിലേറ്റഡ് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് റിലേറ്റഡ് ഏത് കേസാണ് നമ്മുടെ അറ്റോർണി ജനറൽ ആയിരിക്കും അവിടെ പോകുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ അറ്റോർണി ജനറൽ ആണ് പറഞ്ഞിരുന്നത് ആർട്ടിക്കിൾ 76 ആണ്. പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെ, എങ്ങനെ ആർക്കൊക്കെ അറ്റോർണി ജനറൽ ആവാം എന്നുള്ളത്. അതിനുവേണ്ടി ഫസ്റ്റ് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ 5 വർഷം ഇന്ത്യയിലെ ഉള്ള ഏതെങ്കിലും സ്റ്റേറ്റിലെ ഹൈക്കോർട്ടിൽ 5 വർഷം ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ 10 വർഷം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്? അവരുടെ ഡ്യൂട്ടീസ് അല്ലെ? പ്രസിഡന്റ് റെഫർ ചെയ്യുന്ന ഏത് കേസിലും ലീഗൽ അഡ്വൈസർ ആയിട്ട് ആരായിരിക്കും? ലീഗൽ മാറ്റേഴ്സിൽ അഡ്വൈസ് ചെയ്യുന്ന ആരോടായിരിക്കും? നമ്മുടെ അറ്റോർണി ജനറൽ ആയിരിക്കും. അതുപോലെ തന്നെ അല്ലാത്ത പ്രസിഡന്റ് റെഫർ ചെയ്യാത്ത അല്ലാത്ത കേസ് ഉണ്ടെങ്കിലും റിലേറ്റഡ് ടു യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ റെപ്രസെന്റ് ചെയ്യണം നമ്മുടെ അറ്റോർണി ജനറൽ ആണ് റെപ്രസെന്റ് ചെയ്യണം. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറ്റോർണി ജനറലിന് പറയാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ,
സോ നൗ വി ക്യാൻ ഗോ ടു പാർലമെന്റ്. പാർലമെന്റ് ആണ് നമുക്ക് അടുത്ത പഠിക്കാൻ പറ്റുന്നത്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെജിസ്ലേറ്റീവ് ഓർഗൻ ഓഫ് യൂണിയൻ ഗവൺമെന്റ് അല്ലെ. യൂണിയൻ ഗവൺമെന്റ് ഒരു ലെജിസ്ലേറ്റീവ് ഓർഗൻ ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 79 to 122. ഞാൻ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ആർട്ടിക്കിളിന്റെ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. കാരണം ഇതൊരു തിയറി സബ്ജക്റ്റ് ആണ്, നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ അവിടെ മാർക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിലാണ് ഏറ്റവും പെട്ടെന്ന് എളുപ്പമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അവിടെ നമുക്ക് പറയുന്നത് ഇപ്പൊ പാർലമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഉള്ളത്? ആർട്ടിക്കിൾ 79 to 122 എവിടെയാണ്? പാർട്ട് 5 അല്ലെ. നേരത്തെ അറ്റോർണി ജനറലിന്റെ നമ്മൾ പറഞ്ഞിരുന്നു പാർട്ട് 5 ആണ്. പാർട്ട് 5 നമ്മുടെ ഓർഗനൈസേഷൻ, കോമ്പോസിഷൻ, ഡ്യൂറേഷൻ, ഓഫീസേഴ്സ്, പ്രൊസീജിയർ, പ്രിവിലേജ്, പവേഴ്സ് ഓഫ് ദ പാർലമെന്റ്. ഇതെല്ലാം പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 79 to 122 പാർട്ട് 5 ഇനി ഓർഗനൈസേഷൻ ആൻഡ് കോമ്പോസിഷൻ ഓഫ് പാർലമെന്റ്. ഇവിടെ നമുക്ക് പറയുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഏതൊക്കെയാ? പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭ, അതുപോലെ തന്നെ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ലോക്സഭ. ഈ മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാ? പ്രസിഡന്റ് ഉണ്ട്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ ഹൗസ് ഓഫ് പീപ്പിൾ, അതായത് ലോക്സഭ, ലോക്സഭ. ഇനി രാജ്യസഭയെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? അപ്പർ ഹൗസ് അല്ലെങ്കിൽ സെക്കൻഡ് ചേംബർ ഓർ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ ലോക്സഭയെ എന്താ? ലോവർ ഹൗസ് അല്ലെ. നിങ്ങൾക്കറിയാം രാജ്യസഭ എന്ന് പറഞ്ഞാൽ അപ്പർ ഹൗസ് എന്നും ലോക്സഭ എന്ന് പറഞ്ഞാൽ ലോവർ ഹൗസ് ആണ്. ലോവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചേംബർ അല്ലെങ്കിൽ പോപ്പുലർ ഹൗസ് എന്നും പേരുണ്ട്. ഓക്കെ, though the president of India is not a member of either house of the parliament. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ 2 പാർലമെന്റിന്റെ മെമ്പർ അല്ല, പക്ഷേ എന്താ? 2 ഹൗസ് ഓഫ് പാർലമെന്റിന്റെ മെമ്പർ അല്ല, പക്ഷേ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ പാർലമെന്റ് ആണ്. കാരണം ഇത് മൂന്നും കൂടി ചേർന്നാണ് നമുക്ക് ഒരു പാർലമെന്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ബില്ല്, ഏത് മണി ബില്ലായാലും അല്ലാതെ ഏത് ബില്ലാണെങ്കിലും നമുക്ക് പാസ് ആവണമെങ്കിൽ ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ് പാസ് ആവണം. അതുപോലെ തന്നെ കനോട്ട് ബിക്കം എ ലോ വിത്തൗട്ട് ദ പ്രസിഡന്റ് സൈൻ ചെയ്ത് 2 പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ബില്ലും പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് വൺ രാജ്യസഭ, ദാറ്റ് ഇസ് അപ്പർ ഹൗസ് ആണ് പറയാൻ പോകുന്നത്. രാജ്യസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 250 ആണ് നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ 238 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ്, അതുപോലെ യൂണിയന്റെ റെപ്രസെന്റേറ്റീവ്സ്, അതുപോലെ തന്നെ 12 എന്ന് പറഞ്ഞാൽ നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ എത്രയൊക്കെയാണ് കോമ്പോസിഷൻ ഓഫ് രാജ്യസഭ എന്ന് പറഞ്ഞാൽ? മാക്സിമം സ്ട്രെങ്ത് നമുക്ക് പറയാം 250 ആണ്. അതിൽ 238 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ്സ് ആണ്, അതുപോലെ യൂണിയൻ റെപ്രസെന്റേറ്റീവ്സ് അല്ലെ. യൂണിയൻ ടെറിട്ടറീസിന്റെ റെപ്രസെന്റേറ്റീവ്, സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. അതുപോലെ ബാക്കി 12 എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ നോമിനേഷൻ ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യസഭയിലെ എലക്ടഡ് മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സ് അല്ലെ. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താ? നമുക്ക് യൂണിയൻ ടെറിട്ടറീസിന്റെയും പറയാം. അതുപോലെ 12 പേരെ നമുക്ക് പ്രസിഡന്റ് നോമിനേറ്റും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും നമുക്ക് ഇവിടെ പറഞ്ഞ എന്തായിരുന്നു? ആർട്ടിക്കിൾ 79 to 122 പറയുക. ഓർഗനൈസേഷൻ 3 കൂടെ ചേർന്നതാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ. ഏതാ 3? പ്രസിഡന്റും രാജ്യസഭയും ലോക്സഭയും കൂടെ ചേർന്നത്. ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോ നമ്മള് രാജ്യസഭയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള റെപ്രസെന്റേഷന്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് റെപ്രസെന്റേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് അല്ലെ. ഇൻഡയറക്ട്ലി എലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോമിനേറ്റഡ് മെമ്പേഴ്സ് 12 മെമ്പേഴ്സിനെ ആരാണ് എലക്ട് ചെയ്യുന്നത്? രാജ്യസഭയിലേക്ക് എലക്ട് ചെയ്യും. അത് എന്ത് ബേസ് ചെയ്തിട്ട് 12 പേരെ സെലക്ട് ചെയ്യുന്നത്? എക്സ്പീരിയൻസ് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് സോഷ്യൽ സർവീസ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള ടെനുവർ, എത്ര നാളത്തേക്കാണ് ഈ അപ്പർ ഹൗസ് അല്ലെങ്കിൽ രാജ്യസഭ ഉള്ളത്? മെയിൻലി 6 ഇയേഴ്സ് ആണുള്ളത്. എത്രയാണ്? 6 ഇയേഴ്സ്. പിന്നെ രാജ്യസഭയെ നമുക്ക് ഒരിക്കലും പിരിച്ചുവിടാൻ പറ്റില്ല. രാജ്യസഭ എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, രാജ്യസഭ ഇസ് എ കണ്ടിന്യൂയിങ് ആൻഡ് ഇറ്റ് ഇസ് എ പെർമനന്റ് ബോഡി ആൻഡ് നോട്ട് സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ. പക്ഷെ ലോക്സഭ അങ്ങനെയല്ല. നമുക്ക് ലോക്സഭ പിരിച്ചുവിട്ടു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കേസിൽ നമ്മുടെ ടെനർ ഓഫ് അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാൽ 6 ഇയേഴ്സ് ആണ്. പക്ഷെ രാജ്യസഭ എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് ബോഡിയാണ്. അതിനെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷന് പറ്റില്ല. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് നോക്കാലോ. രണ്ടാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ലോക്സഭ അല്ലെങ്കിൽ ലോവർ ഹൗസ്. അതെന്ന് പറഞ്ഞാൽ 5 ഇയേഴ്സ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ലോക്സഭയുടെ ടെന്യൂർ എന്ന് പറഞ്ഞാൽ. നോർമൽ ടേം ആണ്. പിന്നെ അതിന്റെ അകത്തുള്ള റെപ്രസെന്റേഷൻ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട് അല്ലെ. യൂണിയൻ ടെറിട്ടറീസിന്റെ മെയിൻ ആയിട്ട് റെപ്രസെന്റേഷൻ ഉള്ള. ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയണം? ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ല. ഏത് കേസ് എടുത്ത് പറഞ്ഞാലും നമുക്കറിയാം അല്ലെ. ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എഴുതാമെന്ന ഫസ്റ്റ് പോയിന്റ് ആയിരിക്കും എന്താ? ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ.
രണ്ടാമത്തെ എന്താ, he must not be less than 30 years of age in case of Rajya Sabha and not less than 25 years of age in case of Lok Sabha. ലോക്സഭയിൽ 25 വയസ്സിന് മുകളിലായിരിക്കണം, രാജ്യസഭയിൽ 30 വയസ്സിന് മുകളിലായിരിക്കണം. ഓക്കെ, he must be a member of scheduled caste or scheduled tribe, SC അല്ലെങ്കിൽ ST അല്ലെ, in any state or union territory if he wants to contest a seat reserved for them. നമുക്ക് അവിടെ സീറ്റ് ഉണ്ടാവും അല്ലെ, ആ റിസർവേഷൻ സീറ്റിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും കാസ്റ്റിൽ ഉൾപ്പെട്ടവരായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാർലമെന്റിന്റെ ഫങ്ഷൻസ് അല്ലെ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പാർലമെന്റ് എന്താണ് അല്ലെ, പ്രസിഡന്റ് നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ് പ്രസിഡന്റ്, അതുകൊണ്ട് ഇപ്പൊ പറയാൻ തരുന്നത്. പിന്നുള്ള എന്തൊക്കെയായിരുന്നു, രാജ്യസഭയും ലോക്സഭയും അല്ലെ. രാജ്യസഭയും ലോക്സഭയും നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു എന്തൊക്കെയാണ്, പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ഇനി നമുക്ക് മൊത്തത്തിൽ ഈ പാർലമെന്റിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്, ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്. ഫസ്റ്റ് വൺ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലെജിസ്ലേറ്റീവ് പവർ ആൻഡ് ഫങ്ഷൻ അല്ലെ. ലെജിസ്ലേറ്റീവ് പറഞ്ഞു പറഞ്ഞാൽ എന്താ, ലീഗൽ ആയിട്ടുള്ള ലോസ് മേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പവർ ആർക്കാ ഉള്ളത്, ഈ പാർലമെന്റിലുണ്ട് അല്ലെ. പിന്നെ രണ്ടാമത്തെ എന്താണ്, എക്സിക്യൂട്ടീവ് പവർ ആൻഡ് ഫങ്ഷൻ. അപ്പൊ എന്താ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പല പല കമ്മിറ്റീസ് ഉണ്ടാവും അല്ലെ, ഗവൺമെന്റ് അഷ്യൂർ ചെയ്യുന്ന കമ്മിറ്റീസും സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, ഈ കമ്മിറ്റീസിൽ എല്ലാം ഹെൽപ്പ്, അതിനെല്ലാം സൂപ്പർവൈസ് ചെയ്ത് അതിന്റെ ആക്ടിവിറ്റീസിനെ എല്ലാം സൂപ്പർവൈസ് ചെയ്യാനുള്ള പവർ ആർക്കാ ഉള്ളത്, അതിന്റെ ഫങ്ഷൻസ് ആർക്കാ ഉള്ളത്, പാർലമെന്റിനുള്ളത്. അടുത്ത എന്താ, ഫിനാൻഷ്യൽ പവർ ആൻഡ് ഫങ്ഷൻസ് അല്ലെ. ഫിനാൻഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബഡ്ജറ്റും ടാക്സ് മാറ്റേഴ്സും അതുപോലെ തന്നെ എല്ലാ ബില്ലും ഒക്കെ പാസ്സാവുന്ന എവിടെയാണ്, ഈ പാർലമെന്റിലാണ്. പിന്നെന്താണ്, കോൺസ്റ്റിറ്റ്യൂവന്റ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അതായത് നമുക്കറിയാലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചുമ്മാ ആർക്കെങ്കിലും പോയി ചേഞ്ച് വരുത്താൻ പറ്റുമോ, ഇല്ല. ഈ പാർലമെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു എന്താണ് പെർമിഷൻ വേണം അല്ലെ. അവരെ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്ത് പ്രസിഡന്റിന്റെ സൈനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അമെന്റ്മെന്റ് പറ്റുള്ളൂ. പിന്നെന്താ, ജുഡീഷ്യൽ പവർ ഓഫ് ഫങ്ഷൻ, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ് എക്സെട്ര. ഇത് എല്ലാം ആർക്ക് പറ്റുന്ന ഒരു കാര്യങ്ങളാണ്, നമ്മുടെ പാർലമെന്റിന് പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ഫങ്ഷൻ ആണ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻ ആണ് അല്ലെ, ലോസ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള. രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് പവർ. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കീഴിലുള്ള എല്ലാ കമ്മിറ്റീസും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടോട്ടലി സൂപ്പർവൈസ് ചെയ്യാനുള്ള പവർ ആർക്കാണ്, പാർലമെന്റിനാണ്. അടുത്തത് ഫിനാൻഷ്യൽ പവർ. ഫിനാൻഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ എന്താ, ബഡ്ജറ്റും ടാക്സും ബില്ലൊക്കെ പാസ്സാക്കാനുള്ള പവർ ആർക്കാണ്, പാർലമെന്റിനാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെന്റ്മെന്റ് വരുത്തണമെങ്കിലും പാർലമെന്റ് വിചാരിച്ചാലേ നടക്കുള്ളൂ. പിന്നുള്ളത് ജുഡീഷ്യൽ പവർ, ഇംപീച്ച്മെന്റും എല്ലാം ചെയ്യുന്ന ആര് വഴിയാണ്, പാർലമെന്റ് വഴിയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഇലക്ട്രൽ പവർ. രണ്ട് പവറും കൂടി ഉണ്ടായിരുന്നു, ഇലക്ട്രൽ പവർ ആൻഡ് ഫങ്ഷൻ അല്ലെ. നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെ ഒക്കെ എലക്ട് ചെയ്യാനുള്ള പവർ ആർക്കാ ഉള്ളത്, പാർലമെന്റിനാണ്. പിന്നെ അതർ ഫങ്ഷൻ. അതർ ഫങ്ഷൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം എമർജൻസീസ് അല്ലെ, എന്തെങ്കിലും എമർജൻസീസ്, സ്റ്റേറ്റ് എമർജൻസി അങ്ങനത്തെ എല്ലാ എമർജൻസീസ് വരുമ്പോൾ നമുക്ക് ആ ഒരു അതിനുള്ള പവർ ആർക്കാണ്, പാർലമെന്റിനാണ്. അത് അപ്രൂവ് ചെയ്യാനുള്ള പവർ. പിന്നെ ബൗണ്ടറീസും ഏരിയ കുറയ്ക്കാനും ഏരിയ ബൗണ്ടറീസ് വിസ്തൃതി കൂട്ടാനും അങ്ങനെ നിയമ സ്റ്റേറ്റിന്റെ പേര് മാറ്റാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലുള്ള പവർ ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്, പാർലമെന്റിനാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് പാർലമെന്റിന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. അടുത്ത ടോപ്പിക് എന്താ, യൂണിയൻ ജുഡീഷ്യറി. യൂണിയൻ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മുടെ മനസ്സിലേക്ക് ഒരു ജുഡീഷ്യറി ലെവൽ വരും. ഏറ്റവും മുകളിൽ ഏതാണ്, സുപ്രീം കോടതി ഉണ്ട്, പിന്നെ ഹൈക്കോടതി ഉണ്ട്, പിന്നെ കുറെ കീഴ്ക്കോടതികളും ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ മെയിൻലി യൂണിയൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇതില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം വിത്ത് സുപ്രീം കോർട്ട് അറ്റ് ദ ടോപ്പ് ആൻഡ് ഹൈക്കോർട്ട് ബിലോ ഇറ്റ്. അണ്ടർ ഹൈക്കോർട്ട് ദർ ഇസ് എ ഹൈറാർക്കി ഓഫ് സബോർഡിനേറ്റ് കോർട്സ് അല്ലെ. അപ്പൊ ഇതാണ് ഞാനിപ്പോ പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിൻ ആയിട്ട് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, സുപ്രീം കോടതിയുണ്ട്, പിന്നെ നമുക്ക് ഹൈക്കോടതിയുണ്ട്, പിന്നെ അതിന്റെ താഴെ കുറെ ചെറിയ ചെറിയ കീഴ്ക്കോടതികളുമുണ്ട്. ഇനി അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗീവ്സ് യൂണിയൻ ജുഡീഷ്യറി ഇൻട്രൊഡക്ഷൻ. അത് ഏത് ആർട്ടിക്കിളിലാണ്, ആർട്ടിക്കിൾ 124. നമുക്കിപ്പോ കുറെ ആർട്ടിക്കിൾസ് നമുക്കിപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറ്റോർണി ജനറൽ ഏതായിരുന്നു ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞത്, 76 അല്ലെ. അപ്പൊ ഇതുപോലെ ഓരോ ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ പോയിന്റ്സ് ഓർമ്മ വരുള്ളൂ. ഇത് നമ്മൾ പഠിക്കുന്നത് സുപ്രീം കോർട്ടിന്റെ ആർട്ടിക്കിൾ 124 ആണ്. ഈ ആർട്ടിക്കിൾ വഴി ഫസ്റ്റ് ദ കറന്റ് സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജാനുവരി 28, 1950. എവിടെയായിരുന്നു, ന്യൂഡൽഹിയിൽ. ഓക്കെ, ഇനി നമുക്ക് പറയാൻ എന്താണ്, കോമ്പോസിഷൻ അല്ലെ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടൊരു സുപ്രീം ചീഫ് ജസ്റ്റിസ് ഉണ്ടാകും, പിന്നെ നമുക്ക് സബ് ആയിട്ടുള്ള കുറെ എന്താണ് ജഡ്ജസും ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ കോമ്പോസിഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ. അടുത്ത എന്താ, നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് അല്ലെ.
നമുക്ക് ചുമ്മാ അങ്ങ് ആരെങ്കിലും നമുക്ക് ജഡ്ജസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ സുപ്രീം കോർട്ടിൽ? അല്ല. നമുക്ക് അതിനുവേണ്ടി കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ്സ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. The President appoint the Chief Justice of India after consultation from those judges of Supreme Court and High Court as he shall find necessary. ആ നമ്മുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുള്ള പല പല ജഡ്ജസിനോട് അവരുടെ എല്ലാ കൺസൾട്ടേഷന് ശേഷമായിരിക്കും പ്രസിഡന്റ് ഒരാളെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ പ്രസിഡന്റ് അപ്പോയിന്റ്സ് അതർ ജഡ്ജസ് ഓഫ് ദ സുപ്രീം ആൻഡ് ഹൈ കോർട്ട് ബൈ ആഫ്റ്റർ കൺസൾട്ടിങ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ദോസ് ജഡ്ജസ് ഓഫ് ഹൈ കോർട്ട്. അല്ലെ, നമുക്ക് സബായിട്ടുള്ള എല്ലാ ജഡ്ജസിനെയും തീരുമാനിക്കാൻ വേണ്ടിയും ഇവരുടെ എല്ലാവരുടെയും എന്താണ് അവരെല്ലാം കൺസൾട്ട് ചെയ്യും, അവരുടെ എല്ലാം അഡ്വൈസ് സീക്ക് ചെയ്യും പ്രസിഡന്റ്. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ. ഇപ്പൊ നമുക്ക് തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഓർമ്മ വരും അല്ലെ, ഹി ഷാൽ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതിന് ഒരു ചേഞ്ചസും വരാൻ പാടില്ല. ഹി ഷാൽ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഹി ഷാൽ ബി എ ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട് ഫോർ ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് 5 years. 5 വർഷമെങ്കിലും ഹൈക്കോടതിയിൽ ജഡ്ജ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹി ഷാൽ ബി എ അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട് ഫോർ അറ്റ്ലീസ്റ്റ് 10 years. ജഡ്ജായി 5 വർഷം വേണം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു അല്ലെ. 10 വർഷം അറ്റ്ലീസ്റ്റ് അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഹി ഷാൽ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിറ്റ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതേ പോയിന്റ്സ് തന്നെയാണ് നമ്മുടെ അറ്റോർണി ജനറലിലും പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ ഒരേ പോയിന്റ് പഠിച്ചാൽ മതി, പക്ഷെ റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാനുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ജുറിസ്ഡിക്ഷൻ ആൻഡ് പവർ ഓഫ് ദ സുപ്രീം കോർട്ട്. നമ്മൾ അപ്പൊ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്? സുപ്രീം കോടതിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലാസ് ഒന്നും കൂടെ കേട്ട് നോക്കുക, മനസ്സിലാകും. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. നമ്മുടെ സുപ്രീം കോടതിയുടെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യൂണിയൻ ഗവൺമെന്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അല്ലെ, അങ്ങനെ എല്ലാ കേസുകളും മെയിൻ ആയിട്ട് ആ ഡിസ്പ്യൂട്ട്സ് എല്ലാം നമ്മുടെ ചെയ്യുന്നത് എവിടെയാണ്? സുപ്രീം കോർട്ടിലാണ്. അതുപോലെ തന്നെ റിട്ട് ജൂറിസ്ഡിക്ഷൻ. നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും എന്താണ് റിട്ട് എന്ന് അല്ലെ. നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തവർ ആ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വരിക. അപ്പൊ അതിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് റിട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സുപ്രീം കോർട്ട് ഈസ് എംപവേർഡ് ടു ഇഷ്യൂ റിട്സ് അല്ലെ. എന്തൊക്കെയാ റിട്സ് ഒക്കെയാ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, quo warranto ആൻഡ് സെർഷറി. ഈ പറഞ്ഞ എല്ലാ റിട്സും എന്താണ് എംപവർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പവർ ആരുടെയിലാണുള്ളത്? സുപ്രീം കോർട്ടാണ്. പിന്നെ അപ്പീലേറ്റ് ജുറിസ്ഡിക്ഷൻ. നമുക്ക് അപ്പീൽ പോകാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ലോവർ കോർട്ടിലെ ജഡ്ജ്മെന്റിലെ എന്തെങ്കിലും അപ്പീൽ വേണമെങ്കിൽ നമ്മൾ എവിടെയാണ് പോകുന്നത്? സുപ്രീം കോടതിയിലാണ് പോകുന്നത്. ഓക്കെ, പിന്നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ 143 ആർട്ടിക്കിൾ വഴി എന്തെങ്കിലും പ്രസിഡന്റിന് അഡ്വൈസ് വേണമെങ്കിൽ നമ്മുടെ സുപ്രീം കോടതിയിലായിരിക്കും അവർ അഡ്വൈസ് സീക്ക് ചെയ്യുന്നത്. ഓക്കെ, കോർട്ട് ഓഫ് റെക്കോർഡ്. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ദ ജഡ്ജ്മെന്റ്, പ്രൊസീഡിങ്സ് ആൻഡ് ആഫ്റ്റ് ഓഫ് സുപ്രീം കോർട്ട് ആർ റെക്കോർഡഡ് ഫോർ പെർപെച്വൽ മെമ്മറി ആൻഡ് ടെസ്റ്റിമണി. അതായത് എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതിയിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരുടെ പ്രൊസീഡിങ് ജഡ്ജ്മെന്റും എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുവാണ്. എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടി വേണമെങ്കിൽ നമ്മളത് സേവ് ചെയ്ത് വെക്കുവാണ്. അടുത്ത എന്താ? പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. It is the power of the Supreme Court to examine the constitutionality of legislative enactment and executive of both central and state government. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ വർക്ക്സും സൂപ്പർവൈസ് ചെയ്യാനും അതിനുവേണ്ടിയുള്ള എക്സാമിൻ ചെയ്യാനും അതിനുവേണ്ടിയുള്ള അഡ്വൈസസ് കൊടുക്കാനും വേണ്ടിയുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ സുപ്രീം കോടതി ഉണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻ. നമുക്കറിയാം അല്ലെ, സുപ്രീം കോടതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ അതിന് മുമ്പത്തെ മോഡ്യൂളിൽ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. അവിടെ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് അവകാശമുള്ളത് കിട്ടിയില്ലെങ്കിൽ നമുക്കത് കോടതിയെ സമീപിക്കാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സമീപിക്കണമെങ്കിൽ നമുക്ക് എവിടെയാണ് പോകേണ്ടത്? സുപ്രീം കോർട്ടിലാണ് അതിനെ നമുക്ക് ചെയ്യുന്നത്. അതർ പവേഴ്സ്. എന്തൊക്കെയാണ് അതർ പവേഴ്സ് ഉള്ളത്? ഇറ്റ് ഡിസൈഡ്സ് ദ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും എലക്ഷനിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSCയുടെ ചെയർമാന്റെയും മെമ്പേഴ്സിന്റെയും എന്തെങ്കിലും ബിഹേവിയറിലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ സുപ്രീം കോർട്ട് ആയിരിക്കും. ക്ലിയർ ആയോ? ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട് പറയാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ, റിട്ട് ജുറിസ്ഡിക്ഷൻ, അപ്പീലേറ്റ് ജുറിസ്ഡിക്ഷൻ, അഡ്വൈസറി, എ കോർട്ട് ഓഫ് റെക്കോർഡ്, പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അതർ പവേഴ്സ്. ക്ലിയർ ആയോ?
ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് മെയിൻ ആയിട്ട് ഫസ്റ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു, പാർലമെന്റിന്റെ കാര്യം പറഞ്ഞു. പാർലമെന്റ് അകത്ത് പ്രസിഡന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, രാജ്യസഭ, ലോക്സഭ, പിന്നെ യൂണിയൻ ജുറിസ്ഡിക്ഷൻ. അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഏതാണ് സുപ്രീം കോർട്ട് വരെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഹൈക്കോർട്ടൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് 1-2 വട്ടം ക്ലാസ് കേൾക്കുക, നിങ്ങൾക്ക് അപ്പം ക്ലിയർ ആയിക്കോളും. ഓക്കെ, താങ്ക് യു.